എർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, നമുക്ക് 10ാം ക്ലാസ്സിലെ പോയം അല്ലേ, കവിതകൾ, അത് 3 കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കി, അത് കഴിഞ്ഞ സെക്കൻഡ് ടൈമിൽ നിങ്ങൾക്ക് ഏക് തിൻക എന്ന പാഠഭാഗത്തിൻ്റെ വിശ്ലേഷണാത്മക ടിപ്പണിയാണ് ചോദിച്ചത്. അതായത് ആ പാഠഭാഗത്തിൻ്റെ വിശേഷണങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ച് വേണം അതിൻ്റെ പ്രിസിഷൻ എഴുതാൻ കേട്ടോ. അങ്ങനെയാണ് ചോദിച്ചത്. അതുപോലെയാണ് ഓരോ പാഠത്തിൻ്റെയും വിശ്ലേഷണാത്മക ടിപ്പണിയാണ് തയ്യാറാക്കിയിരിക്കുന്ന 3 പോയങ്ങളുടെ. ശ്രദ്ധിച്ചിരിക്കണം. ചോദിക്കാൻ കൊള്ളാവുന്ന ഈ 3 എണ്ണമാണ്. അതായത് വിശ്ലേഷണാത്മക ടിപ്പണി എന്ന് വെച്ചാൽ ഈ 3 എണ്ണമേ ചോദിക്കുകയുള്ളൂ. പൈതൽ സിൽത്ത ഹുവ ആദ്മി അതിൻ്റെ വെറും ആശയമാണ് എഴുതാൻ ചോദിക്കുന്നത്. ഈ 3 പാഠങ്ങളാണ് വിശ്ലേഷണാത്മക ടിപ്പണിക്ക് ഏറ്റവും നല്ലത് കേട്ടോ. ഒന്നാമത്തെ നോക്കിയിരിക്കേ, മേരി ദുനിയാക്കെ തമാം ബച്ചേ, പഠിപ്പിച്ചാണല്ലോ, നോക്കിയിരിക്കണം. അതിൻ്റെ ശ്രീ അദ്നാൻ കഫീൽ ദർവേശ് की कविता है मेरी दुनिया के तमाम बच्चे. ശ്രീ അദ്നാൻ കഫീൽ ദർവേശിൻ്റെ കവിതയാണ് മേരി ദുനിയ കെ തമാം ബച്ചെ എന്നുള്ളത്. യഹേക മാർമിക് और ഭാവപൂർണ്ണ കവിത ഹേ, ഇതൊരു മർമ്മസ്പർശിയായിട്ടുള്ളതും ഭാവനാപൂർണമായിട്ടുള്ള കവിതയും ആകുന്നു. इसमें बच्चों की मासूमियत प्रेम स्नेह उनके उज्जवल भविष्य के बारे में बताया है. ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടികളുടെ നിഷ്കളങ്കതയും സ്നേഹവും അവരുടെ ഉജ്ജ്വലമായ ഭാവിയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദർശ ദുനിയാക്കി കൽപ്പന കർത്തി ഹേ, ഇതൊരു ആദർശമാകുന്ന ദുനിയാ ലോകത്തെ സങ്കല്പിക്കുക കൂടി ചെയ്യുന്നു. ഈ കവിതയിലൂടെ ആദർശമാകുന്ന ലോകത്തെയാണ് കൽപ്പന കർത്തികെ സങ്കല്പിച്ചിരിക്കുന്നത്. ജഹാം ബച്ചോങ്കോ, എവിടെയാണോ കുട്ടികൾക്ക് പ്യാറെ സുരക്ഷാക്ക അവസർ മിൽത്തെ ഹൈ, സ്നേഹവും സുരക്ഷിതത്വത്തിൻ്റെ അവസരം കിട്ടുന്നത്. ജിസ്സെ അപ്പനെ സ്വപ്നോങ്കോ പൂരാ കർ സകെ, അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുകയും ചെയ്യും, അതായത് പൂർണ്ണമാവുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് എവിടെയാണോ സ്നേഹം, സുരക്ഷ എന്നിവയ്ക്കുള്ള അവസരങ്ങൾ കിട്ടുന്നത്, അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾ പൂർണ്ണമാവുകയും ചെയ്യുന്നു. അത് നോക്കി അടുത്ത പാരഗ്രാഫായിട്ട് എഴുതണം. കവിത കി ഭാഷ സരൽ ഓരെ സ്പഷ്ട ഹേ, കവിതയുടെ ഭാഷ സരളവും സ്പഷ്ടവും ആകുന്നു. കവിനെ അപ്പനെ ഭാവന ഓം കോ നയേ ടങ് സെ വ്യക്ത കിയാ ഹേ, കവി അദ്ദേഹത്തിൻ്റെ ഭാവനകളെ പുതിയ ടങ് രീതിയിലാണ് വ്യക്തമാക്കുകയും ചെയ്തത്. കവിത കാ സന്ദേശേ ബച്ചേ ദുനിയാക്കോ ഭവിഷ്യ ഹേ, അതായത് കവിതയുടെ സന്ദേശം ഇതാണ്: കുട്ടികൾ ലോകത്തിൻ്റെ ഭവിഷ്യമാണ്, ഭാവി ആണ്. കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ എന്താണ്? ഭാവിയാകുന്നു. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെയാണ്, ലോകത്തിൻ്റെയാണ് ആണെങ്കിലും ഭാവിയാണ് നമ്മുടെ കുട്ടികൾ. ഹമേം ഉൻകി ദേഖ്ഭാൽ കരേ और शिक्षा पाने के लिए काम करना चाहिए. നമ്മൾ എന്ത് ചെയ്യണം? അവരെ ദേഖ്ഭാൽ എന്ന് വെച്ചാൽ സംരക്ഷിക്കുകയും അവർക്ക് ശിക്ഷ, വിദ്യാഭ്യാസം നൽകി കൊടുക്കുകയും ചെയ്യുക. അതായത് അതിനു വേണ്ടിയായിരിക്കണം കാം കർണ ചാഹിയെ, നമ്മൾ പ്രവർത്തിക്കേണ്ടതിൽ ജോലി ചെയ്യേണ്ടത്. കുട്ടികളെ സംരക്ഷിക്കുകയും അവർക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മളുടെ ജോലി. കവിത മേ കവിനെ ബച്ചോങ്കി ഭവിഷ്യക്ക് കാമന കി ഹേ, കവിതയിൽ കവി ബച്ച കുട്ടികളുടെ ഭവിഷ്യത്തെക്കുറിച്ചുള്ള കാമന, ആഗ്രഹമാണ് പ്രകടമാക്കുകയും ചെയ്തത്. ഈ കവിതയിലൂടെ കവി കുട്ടികളുടെ ഭവിഷ്യ കാലഘട്ടം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അത്ര എഴുതി കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഏക് തിൻക എന്ന പാഠഭാഗമാണ് കേട്ടിരിക്കണം. ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ ഹിന്ദിക്ക് പ്രമുഖ രചനാകാർ ഹേ, ശ്രീ അയോധ്യ സിംഗ് ഉപാധ്യായ ഹിന്ദിയിലെ പ്രമുഖ രചനാകാർ ആകുന്നു. വൈദേഹി വനവാസെ രുക്മിണി പരിണയെ ആദി പ്രമുഖ രചനായ ഹേ, അദ്ദേഹത്തിൻ്റെ പ്രമുഖമാർജിച്ച രചനകളാണ് വൈദേഹി വനവാസെ, രുക്മിണി പരിണയം എന്നിവ. ഏക് തിൻക ഉൻകി പ്രസിദ്ധ കവിത ഹേ, ഏക് തിൻക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി ആർജിച്ച കവിതയും ആകുന്നു. എന്നിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കി എഴുതണം. നോക്കിയേ, एक दिन का द सिंगल कॉमेलिटेड कविता में कवि ने हमें कमंड न करने की प्रेरणा दी है. एक दिन का എന്ന കവിതയിൽ കവി നമുക്ക് നമ്മളുടെ കമണ്ട് എന്ന് വെച്ചാൽ അഹങ്കാരം, ന കർണ ചെയ്യരുത്, അതായത് നമുക്ക് അഹങ്കാരം പാടില്ല എന്ന പ്രേരണയാണ് തരികയും ചെയ്യുന്നത്. ഓരോ വ്യക്തികൾക്കും അദ്ദേഹം ഒരു സന്ദേശം നൽകുന്നു. എന്തൊക്കെയാണ്? ഒരിക്കലും കമണ്ട്, അഹങ്കാരം പാടില്ല എന്ന പ്രേരണ നമുക്ക് തരുന്നു. इस कविता में कवि एक दिन बहुत कमंड के साथ घर के मुंडेरे पर खड़े होते हैं.
ഈ കവിതയിൽ കവി ഒരു ദിവസം വളരെയധികം അഹങ്കാരത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പാരപ്പറ്റിൽ നിൽക്കുക ആയിരുന്നു. തബ ഉൻകി ആങ്കോ മേ ഏക് തിനക ദൂർ സേ ആകർ ഗിർ പടി. തബ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരു തിൻക, ഒരു പുൽക്കൊടി ദൂരെ നിന്ന് വന്ന് ഗിർന വീണു, അല്ലേ, ഗിർപടി വന്ന് വീണു. ബഹത്ത് തക്ലീഫ് കെ ബാദ് തിനക ഉൻകി ആങ്കോം സേ നികൽ ജാത്താ ഹേ. വളരെയധികം പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ആ തിൻകയെ, പുൽക്കൊടിയെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും നികൽ ജാത്താ ഹേ പുറത്തേക്ക് എടുത്തു. തിനക നികലിനെ കെ ബാദ് അല്ലെ സാത്തെ കവി കാ ഏണ്ട് ഫീഫാക്തി ഹേ. തിനക നികലിനെ കെ സാത്തെ, അതായത് പൊടി പോയതിൻ്റെ കൂടെ, അത് ആ തിൻക പുൽക്കൊടി പൊടി കേട്ടോ, അത് പോയതിന് കൂടെ അതിനോടൊപ്പം തന്നെ കവിയുടെ ഏണ്ടെന്ന് വെച്ചാൽ അഹംഭാവവും അല്ലെ അഹങ്കാരവും ഫാക്തിഹെ ഓടിപ്പോവുകയും ചെയ്തു. തിൻക പോയപ്പോഴേ കണ്ണിൽ നിന്നും ആ ഒരു കരട് മാറിപ്പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ഫാക്തിഹെ അദ്ദേഹത്തെ വിട്ടുപോയി. യഹാം സരൾ ജീവൻ കെ മഹത്വ സമച്ചാത്ത ഹേ. ഇവിടെ ലളിതമായ ജീവിതത്തിൻ്റെ മഹത്വം എന്താണെന്ന് സമച്ചാത്ത ഹേ മനസ്സിലാക്കി തരികയും ചെയ്യുന്നു കവി, അല്ലേ. നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് എഴുതണം. ഈസ് കവിത കാ സന്ദേശേ. ഈ കവിതയുടെ സന്ദേശം ചോട്ടി ചീസോം കോ ഹമാരെ കമണ്ട് കോ മിട്ട് സക്തി ഹേ. ചെറിയ ചീസെ, ചെറിയ വസ്തുക്കൾക്കും നമ്മുടെ അഹങ്കാരത്തെ മിണ്ടെന്ന് വെച്ചാൽ ഇല്ലാതാക്കാൻ കഴിയുന്നു. ചെറിയ ചെറിയ വസ്തുക്കളാണെങ്കിലും അവർക്ക് പോലും നമ്മുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ കഴിയും. അർണക്കെ തിൻക നിമ്നവർഗ ക പ്രതീക് ഹേ. തിൻക എന്നുള്ളത്, കരട് എന്നുള്ളത് നിമ്നവർഗത്തിൻ്റെ പ്രതീകം ആകുന്നു. യഹാം കവി വ്യക്തി കിയാ ഹേ. ഇവിടെ കവി വ്യക്തമാക്കുന്നു നിമ്ന വർഗസെ അഹങ്കാരി ലോകം കാ കമണ്ട് പൽമേ ദൂർ കർ സക്തേ ഹൈ. നിമ്നവർഗത്തിൽ നിന്ന് നിമ്ന താഴേക്കിടയിലുള്ള വർഗത്തോടെ അഹങ്കാരി ലോകങ്ങൾ കാണിക്കുന്ന കമണ്ട് അഹങ്കാരം പൽമേ ഓരോ നിമിഷവും ദൂർ കർ സക്തേ ഹേ ദൂരീകരിക്കുകയും ചെയ്യുക. നിമ്ന താഴേക്കിടയിലുള്ള ആ ഒരു ജനതയോടെ അഹങ്കാരി വർഗങ്ങൾ കാണിക്കുന്ന അഹങ്കാരം ഓരോ നിമിഷവും ദൂർ കർ സക്തേ ഹേ ദൂരീകരിക്കാൻ കഴിയുകയും ചെയ്യണം. അങ്ങനെ ദൂരീകരിക്കുക എന്ന സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നു. ഇതെഴുതി കൊടുത്താൽ മതി. വിശ്ലേഷണാത്മക ടിപ്പണി ചോദിച്ചാൽ കേട്ടോ, അല്ലാതെ ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്ത പാഠം നോക്കി. സില ബിന്ദി ലടുക്കിയ പഠിപ്പിച്ചാണ് തന്നിട്ടുണ്ട്, അറിയാം അല്ലേ. അതിൻ്റെയും വിശ്ലേഷണാത്മക ടിപ്പണിയാണ് എഴുതിയിരിക്കുന്നത്. ഈ 3 പാഠഭാഗങ്ങളാണ് അതിന് ചോദിക്കാൻ കൊള്ളാവുന്നത് കേട്ടോ. നോക്കിയേ. ശ്രീ ഏകാന്ത ശ്രീവാസ്തവ ഹിന്ദിക്ക് പ്രമുഖ ലേഖക ഹേ. ശ്രീ ഏകാന്ത ശ്രീവാസ്തവ ഹിന്ദിയിലെ പ്രമുഖ ലേഖകൻ, കവി ആകുന്നു, അല്ലേ, ലേഖകാകുന്നു. നിബന്ധ കവിത ആലോചന ആദി के क्षेत्र में क्षमता दिखाया है. നിബന്ധ കവിത ആലോചന നിരൂപണം എന്നീ ആദിനശ മുതലായവ എന്ന വാക്കാണ് കേട്ടോ. ആദിക്ക് ക്ഷേത്രമേ മുതലായ ക്ഷേത്രനശ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ക്ഷമത, കഴിവ് ദിഖായ ഹേ കാണിച്ചു തരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ മേഖലകളിൽ അദ്ദേഹം കാട്ടിത്തരികയും ചെയ്തു. ഉൻകി പ്രമുഖ കവിത ഹേ സില ബിന്ദി ലടുക്കിയ. അദ്ദേഹത്തിൻ്റെ പ്രമുഖമാർജിച്ച കവിതയാണ് സില ബിന്ദി ലടുക്കിയാം എന്നുള്ളത്. അജീവിക കെ ലിയെ സംഘർഷ കർനെ വാലി ലടുക്കിയാം കാ ചിത്രൻ ഹേ. അജീവിക നിത്യവൃത്തിക്ക് വേണ്ടി സംഘർഷ കർനെ വാലി സമരം ചെയ്യുന്ന, കലഹിക്കുന്ന പെൺകുട്ടികളെയാണ് ഇതിൽ ചിത്രീകരിക്കുകയും ചെയ്തത്. ജീവിക്കാൻ നിത്യവൃത്തിക്ക് വേണ്ടി സംഘർഷം, അതിനോട് പൊരുതുന്ന പെൺകുട്ടികളെയാണ് ഈ പോയത്തിലൂടെ അദ്ദേഹം ചിത്രീകരിച്ചത്. നോക്കിയാൽ നെക്സ്റ്റ് പറയായിട്ട് എഴുതി കൊടുക്കുക. ധാൻ കടായിക്ക് ബാധ. നെല്ല് കടായി കട്ടിനേക്ക് ബാധ. കട്ടിന എന്ന് വെച്ചാൽ കാട്ടിന കട്ട് ചെയ്യുക, അതായത് കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം കാലിക്കേത്തേമേം ഒഴിഞ്ഞ വയലിൽ രംഗിൻ ചെടിയോം കീ തരഹേ ലടുക്കിയാം ഉദർത്തിഹേ. രംഗിൻ പല വർണ്ണത്തിലുള്ള ചെടിയോം പക്ഷികളെ പോലെ, തരഹെന്ന് വെച്ചാൽ പോലെ, ലഡ്കിയാം പെൺകുട്ടികൾ ഉദർത്തിഹേ വന്നിറങ്ങി. എന്താ പറഞ്ഞാൽ, കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ആ ഒഴിഞ്ഞ വയലിലേക്ക് പല വർണ്ണത്തിലുള്ള പക്ഷികളെ പോലെ പെൺകുട്ടികൾ വന്നിറങ്ങി. ഉൻകി ജുണ്ട് ഏക് കേത്ത് സേ ദൂസരെ കേത്തുമേ ചൽത്തി രഹ്തി ഹേ. അവരുടെ ജുണ്ട്, കൂട്ടം, ഒരു വയലിൽ നിന്ന് മറ്റൊരു വയലിലേക്ക് ചൽത്തി രഹ്തി ഹേ പോവുകയും ചെയ്തുകൊണ്ടിരുന്നു. അതായത് ഒരു വയലിൽ നിന്നും അടുത്ത വയലുകളെ തേടി അവർ നെൽക്കതിർ പറക്കുവാൻ വേണ്ടി പോകുന്നു. ധൂപ്രാജ് വിഷ്ണുഭോगे या नागीसरे रंग और खुशबू से लड़कियां पहचानती है. ധൂപ്രാജ് വിഷ്ണുഭോഗ് നാഗീസർ. ഇതിലെ ഏത് നെല്ലാണ് എന്ന് അവർ നിറം കൊണ്ടും അതിൻ്റെ മണം കൊണ്ടും പെൺകുട്ടികൾക്ക് തിരിച്ചറിയാൻ കഴിയും.
दोपहर की पीली धूप में उनकी हंसी और गुनगुनाहटें फैलाती है. दोपहർ ഉച്ച സമയത്തെ ആ പീലി ധൂപ്, പീലി എന്ന് വെച്ചാൽ മഞ്ഞ കളറിലുള്ള വെയിലിൽ, ധൂപ് എന്ന് വെച്ചാൽ വെയിലിലെ, ഉൻകി അവരുടെ, അതായത് പെൺകുട്ടികളുടെ ഹസി ചിരിയും, ഗുൻഗുനാഹട്ട് എന്ന് വെച്ചാൽ മൂളിപ്പാട്ടും, ഫൈലാത്തിഹെ വ്യാപിക്കുകയും ചെയ്തു. ഉച്ചസമയത്ത് കുട്ടികൾ ആ വയലിൽ ഉണ്ടായിരുന്നു. അവരുടെ ചിരിയും മൂളിപ്പാട്ടും കൊണ്ട് വയൽ നിറയുകയും ചെയ്തു. ഉൻകി ചെഹരെ സെ ചെഹരാ മുഖം, അവരുടെ ചെഹരയിൽ നിന്നും ഗുലാബി റോസിനെ ധർത്തി പർ ഫൈലാത്തി ഹെ, അവരുടെ മുഖത്തു നിന്നും റോസ് നിറത്തിലുള്ള റോസിനി പ്രകാശം ധർത്തി ഭൂമിയിലേക്ക് പരക്കുകയും ചെയ്തു. ഫൈൽന പരക്കുക, വ്യാപിക്കുക എന്നൊക്കെയാണ്. ദോ വക്ത്, വക്ത് എന്ന് വെച്ചാൽ സമയം. ദോ വക്ത് കെലിയെ റോട്ടി അല്ലെങ്കിൽ ഫാത്ത് എന്താണെങ്കിലും ശരിയാണ്. ബർത്തൻ ഫർ മിലെ തോ ബേഗർ ലൗട്ടി ഹേ, ദോ വക്ത് 2 നേരത്തെ, റോട്ടിക്ക് ആഹാരത്തിന് വേണ്ടി അല്ലെ ഫാത്ത് ചോറിന് വേണ്ടിയുള്ള ആ ഒരു നെൽക്കതിർ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ബർത്തൻ എന്ന് വെച്ചാൽ പാത്രം നിറയുമ്പോൾ, അതായത് 2 നേരത്തിനുള്ള ആഹാരത്തിനുള്ള ആ നെൽക്കതിർ പാത്രത്തിലേക്ക് കിട്ടുമ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഗർ ലൗട്ടിഹെ വീട്ടിലേക്ക് പോകുന്നു. ലൗട്ട്ന മടങ്ങിപ്പോവുക, വീടുകളിലേക്ക് അവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഒരുപാടൊന്നവർക്ക് വേണ്ട 2 നേരത്തെ ആഹാരത്തിനുള്ള വക മതി. എന്നൊക്കെ ബേജാനയ്ക്ക് ബാദ് അവർ പോയതിനു ശേഷം ജലപക്ഷിയോം ഇസ് പ്രകാർ ഉൻകി ഉപസ്ഥിതി ഫരി രഹതി ഹെ, അവർ പോയതിനു ശേഷം ജലപക്ഷികൾ അല്ലേ ഇതേ ഇസ് പ്രകാർ എന്ന് വെച്ചാൽ ഇതേ രീതിയിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് ആ വയൽ നിറയ്ക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികൾ പോയി അതിനുശേഷം ജലപങ്കികൾ എന്ന് വെച്ചാൽ ജലപങ്കി അറിയാലോ, അതാ ജലപക്ഷികൾ അവിടേക്ക് എത്തുകയും അവരും ആരെയ പെൺകുട്ടികളെ പോലെ അവരുടെ സാന്നിധ്യം ഇവിടെ അവരറിയിക്കുകയും ചെയ്യുന്നു. എന്നൊക്കെ അടുത്ത പാരഗ്രാഫ് തിരിച്ചെഴുതണം. കവിത കാ സന്ദേശ്, കവിതയുടെ സന്ദേശം സമാജ് കെ സംഘർഷ കർനെ വാലോ കെ സ്ഥിതി ബദൽനെ കി ആവശ്യകത ഹേ. ഈ കവിതയുടെ സന്ദേശം ഇതാണ്: സമൂഹത്തിലെ സംഘർഷം ചെയ്യുന്ന, സമരം ചെയ്യുന്ന, കലഹിക്കുന്ന, സംഘർഷം അനുഭവിക്കുന്ന ആൾക്കാരുടെ ആ സ്ഥിതി ബദൽന മാറ്റിയെടുക്കുക എന്നത് ആവശ്യം തന്നെ ആണ്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ജനതയുടെ സ്ഥിതി മാറ്റിയെടുക്കുക എന്നത് ആവശ്യകത തന്നെ ആകുന്നു. നാരി സശക്തീകരൺ കെ ആവശ്യകത പർ ബൽ ദിയാഹേ, നാരികളുടെ സ്ത്രീകളുടെ സശക്തീകരണത്തിന് കൂടി ആവശ്യകത ഉണ്ട്, അതും ഇതിന് ബലം നൽകുകയും ചെയ്യും. ഇങ്ങനെയാണ് 3 പോയത്തിൻ്റെയും വിശ്ലേഷണാത്മക ടിപ്പണിയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കേട്ടോ, പഠിച്ചു വയ്ക്കുക. എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻസ് കാണും. ഓക്കെ, അടുത്ത ക്ലാസ്സുകളിലെ ഓരോ പാഠത്തിൻ്റെയും ഷോർട്ട് സമ്മറി, അതായത് ഓരോ പാഠഭാഗങ്ങളുടെ വിവരണം ചുരുക്കി തരും, എൻ്റെ സ്റ്റോറി. കേട്ടോ, അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലിടാം, ഓരോ ക്ലാസ്സുകളായിട്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.